നമസ്കാരം പ്രിയമുള്ളവരെ. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസം അടുക്കുന്തോറും വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് അട്ടിമറികളുടെയും അടിയൊഴുക്കുകളുടെയും കുതികാൽ വെട്ടിൻ്റെയും പാരവെപ്പിൻ്റെയും ഒക്കെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത് വിജയമുറപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷകളെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ടെന്ന വാർത്തകൾ പ്രധാനമായും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലം ജില്ലയിലെ കൊല്ലം നിയമസഭാ നിയോജക മണ്ഡലമാണ്. അവിടെ മിക്ക സർവേകളിലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയ്ക്ക് വിജയം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത അനുസരിച്ച് RSPയുടെ ചില പ്രാദേശിക നേതാക്കന്മാർ, ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ അവിടെ ബിന്ദു കൃഷ്ണയെ കാലുവാരുന്ന രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരവിടെ CPM നേതാക്കന്മാരുമായി ഒത്തുചേർന്ന് തീരദേശ പ്രദേശങ്ങളിൽ RSPയുടെ വോട്ട്, UDFൻ്റെ ഘടകകക്ഷിയായ RSPയുടെ വോട്ട് CPMന് മറിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന വാർത്ത കൊല്ലത്ത് നിന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ബിന്ദു കൃഷ്ണയുടെ വിജയത്തിൻ്റെ സാധ്യതകൾ അടയ്ക്കപ്പെടുന്നു എന്നൊരു വിശകലനം കൂടിയുണ്ട്. പ്രത്യേകിച്ചും കൊല്ലം എന്ന് പറയുമ്പോൾ അത് പരമ്പരാഗത CPM മണ്ഡലമാണ്. അത് ഒരുപക്ഷെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലായിരുന്നുവെങ്കിൽ വളരെ ഈസിയായിട്ട് CPM വിജയിക്കുവാനുള്ളൊരു മണ്ഡലമാണ്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യവും അവിടെ പ്രതിനിധീകരിച്ച സിനിമാ നടൻ കൂടിയായ MLA മുകേഷ് ആ മണ്ഡലത്തെ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വികസന കാര്യങ്ങളിലെ അപര്യാപ്തത, അദ്ദേഹം മണ്ഡലത്തിൽ ശ്രദ്ധിക്കാതെ ബഡായ് ബംഗ്ലാവും സിനിമാ അഭിനയവുമായിട്ടൊക്കെ നടന്നതുകൊണ്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനെതിരെയുള്ള അഭിപ്രായം. ഒപ്പം കഴിഞ്ഞ 10 വർഷമായി ബിന്ദു കൃഷ്ണ ആ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും അവരുടെ സുഖദുഃഖങ്ങളിലൊക്കെ ഇടചേർന്ന് ഇടപഴകി ജീവിച്ചതിൻ്റെ ഒക്കെ ഒരു ഗുണം അവർക്ക് ലഭിക്കുമായിരുന്നു. അവർ തീർച്ചയായിട്ടും ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെടും എന്ന ഒരു നിലപാടാണ് മിക്ക മാധ്യമങ്ങളും സ്വീകരിച്ചത്. അത്തരത്തിലുള്ള അഭിപ്രായ സർവേകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും അവിടെ മത്സരിക്കുന്നത് ജയമോഹൻ എന്ന ജനകീയനായ LDF സ്ഥാനാർത്ഥി ആയിട്ടുകൂടി ഇപ്രാവശ്യം ബിന്ദു കൃഷ്ണയ്ക്ക് വിജയം എന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ RSPയുടെ ചില പ്രാദേശിക നേതാക്കൾ CPMുമായി ഒത്തുചേർന്ന് ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തുന്നതിനായി ശ്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും വളരെ കടുത്ത മത്സരം നടക്കുന്ന കൊല്ലം പോലെയുള്ളൊരു മണ്ഡലത്തിൽ RSPയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആ നിലപാടുകൾ എത്രത്തോളം രാഷ്ട്രീയമായി ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കും എന്ന് നമ്മൾ ഇനി ഇലക്ഷന് ശേഷം മാത്രമേ കണ്ടറിയുവാൻ കഴിയുള്ളൂ. പക്ഷേ RSPയുടെ സംസ്ഥാന നേതൃത്വം ആ നേതാവിനെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ചുമതലയേൽപ്പിച്ചിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവലിച്ച് പുതിയ ആളുകളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന ഒരു നിർവചനം അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എങ്കിൽ പോലും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് നേരത്തെ RSP ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നതാണ്. RSPയുടെ ബാബു ദിവാകരനെ പോലുള്ള നേതാക്കന്മാരൊക്കെ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ് കൊല്ലം എന്ന രീതിയിൽ RSPക്ക് അവിടെ വോട്ട് ബാങ്കുകളുണ്ട്. അതിൽ ചെറിയൊരു വിഭാഗമെങ്കിലും CPMന് അനുകൂലമായി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ കൊല്ലം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ റിസൾട്ട് അത് UDFന് അനുകൂലമായി വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. അവിടെ മുഹമ്മദ് ഷിയാസും വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടുത്തെ ഒരു വിഭാഗം വോട്ടുകൾ മുഹമ്മദ് ഷിയാസിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ചില വാർത്തകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സമുദായം, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുണ്ട് മുസ്ലിം സമുദായം. ഒപ്പം ലത്തീൻ കത്തോലിക്ക സമുദായത്തിൻ്റെ വോട്ടുകളും അദ്ദേഹത്തിന് അനുകൂലമായിരുന്നില്ല എന്ന ചില വാദഗതികൾ ആ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധി നേരിട്ട് പ്രചരണം നടത്തിയ ഒരു മണ്ഡലമായിരുന്നു കൊച്ചി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചരണ യോഗങ്ങളിൽ വേണ്ടത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല. പങ്കാളിത്തക്കുറവിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി അവിടുത്തെ ഇലക്ഷൻ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളെ വിളിച്ച് ശകാരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ അവിടെയും കോൺഗ്രസ്സിന് ഒരു പരാജയഭീതിയുണ്ട്. പ്രത്യേകിച്ചും N വേണുഗോപാലും ഡൊമിനിക് പ്രസന്റേഷനും ഒക്കെ അവിടുത്തെ പ്രമുഖ നേതാക്കന്മാർ അദ്ദേഹത്തെ ഇലക്ഷനിൽ സഹായിച്ചിട്ടില്ല എന്ന ഒരു വാദഗതിയും അവിടെ നിന്ന് വരുന്നുണ്ട് എന്നതും പ്രത്യേകതയാണ്. ഇനി മറ്റൊരു കാര്യം, അത് കുന്നത്തൂർ നിയമസഭാ നിയോജക മണ്ഡലമാണ്. കൊല്ലം ജില്ലയിലെ അവിടുത്തെ സ്ഥാനാർത്ഥി, LDFൻ്റെ സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ്റെ ഒരു പ്രസ്താവന ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയാണെങ്കിൽ STPയുടെയും PDPയുടെയും വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം വിജയിക്കുമെന്ന് പറയുന്നു. അത് ഒരുപക്ഷെ ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 2790 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച, ഇപ്പോൾ അവിടെ UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂറിനായിരുന്നു വിജയം ഏകദേശം മാധ്യമങ്ങളൊക്കെ പ്രവചിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി അവിടെ കോവൂർ കുഞ്ഞുമോൻ്റെ വിജയസാധ്യത ഉണ്ട് എന്ന് പറയുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ STPയുടെയും PDPയുടെയും പിന്തുണ ഒരു പരിധിവരെ LDFനെ സഹായിക്കും എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ പുറത്തു വരികയാണ്. സംബന്ധിക്കുകയാണെങ്കിൽ അവിടെ ചില പഞ്ചായത്തുകളിൽ PDPക്കും STPക്കും ഒക്കെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്.
വടക്കൻ കേരളത്തെ പോലെയല്ല തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ എസ് ടി പിക്കും പി ഡി പിക്കും 2000, 1000 അങ്ങനെ വോട്ടുകളുണ്ട്. രണ്ട് മുന്നണിയും കൂടെ ചേർത്താൽ ഏകദേശം 3000-ഓളം വോട്ടുകളുണ്ട്. രണ്ട് പാർട്ടിയും കൂടെ എടുത്താൽ മുസ്ലിം ലീഗിനെ അപ്രമാദിത്യം വടക്കൻ കേരളത്തിൽ ആണെങ്കിൽ തെക്കൻ കേരളത്തിൽ ഈ സാമുദായിക പാർട്ടികളുടെ ഒരു വിശദീകരണം എടുക്കുകയാണെങ്കിൽ, മുസ്ലിം സമുദായത്തിലെ പാർട്ടികളുടെ വിശദീകരണം എടുക്കുകയാണെങ്കിൽ എസ് ടി പിക്കും ഒപ്പം പി ഡി പിക്കും ചെറിയ സ്വാധീനങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കാം എന്ന ആ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, തിരുവനന്തപുരം ജില്ലയിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ നാടാർ CSI സമുദായത്തിൻ്റെ വോട്ടുകൾ അവിടെ UDFിന് അനുകൂലമായി നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ TT പ്രവീൺ കന്യാകുമാരിയിലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ വിളവൻകോട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി അദ്ദേഹം CSI സഭയുടെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക സീറ്റുകളും ആ സഭയുടെ CSI സഭയുടെ വോട്ടുകൾ UDFിന് അനുകൂലമായി വീഴും എന്നൊരു നിഗമനം തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നാടാർ സമുദായ അംഗങ്ങളായ ശക്തനും CR ബൈജുനും ഒക്കെ സീറ്റുകൾ കൊടുത്തതുകൊണ്ട് ആ സമുദായത്തിൻ്റെ വോട്ടുകളും UDFിന് അനുകൂലമായി വീഴും എന്ന ഒരു നിഗമനം നടത്തപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാടുമായിട്ട് ചേർന്നുള്ള തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ UDFിന് അനുകൂലമായി തിരിയും എന്ന ഒരു പ്രത്യേകതയും ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. നമ്മൾ ഈ കാലുവാരലുകളുടെയൊക്കെ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നേരത്തെയും കോൺഗ്രസ്സിന് ഒരു പരിധിവരെ അവരെ ഭരണത്തിൽ എത്തുന്നതിനെ തടഞ്ഞിരുന്നത് ഈ AI ഗ്രൂപ്പുകളുടെയൊക്കെ മത്സരിച്ചുള്ള കാലുവാരലായിരുന്നു. A ഗ്രൂപ്പിലെ MLA-മാരെ കുറയ്ക്കാൻ I ഗ്രൂപ്പും I ഗ്രൂപ്പിലെ MLA-മാരെ കുറയ്ക്കാൻ A ഗ്രൂപ്പും ഒക്കെ പണ്ട് ശ്രമിക്കുമായിരുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ എതിർ ഗ്രൂപ്പിൻ്റെ MLA-മാരെ കുറച്ചാൽ മാത്രമേ തങ്ങളുടെ ഗ്രൂപ്പിലെ നേതാക്കന്മാർക്ക് നിയമസഭാ കക്ഷി അംഗങ്ങൾക്കിടയിൽ ഭൂരിപക്ഷം കിട്ടൂ എന്നൊരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നു അത്തരം പ്രവൃത്തികൾ ഉണ്ടായിരുന്നത് എന്നത് ചർച്ചയാണ്. പക്ഷേ ഏറ്റവും വലിയ കാലുവാലം നമ്മൾ കാണുന്നത് 1996-ൽ CPM-ൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന VS അച്യുതാനന്ദനെ ഏത് കുറ്റിച്ചൂൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിച്ചാലും വിജയിക്കുന്ന മാരാരിക്കുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് CPM കാലുവാരി പരാജയപ്പെടുത്തിയതാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലുവാരൽ എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അന്ന് 1996-ൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന VS അച്യുതാനന്ദൻ 1900 സംതിങ് വോട്ടുകൾക്ക് PJ ഫ്രാൻസിനോട് ആ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകുവാൻ കഴിയുന്നില്ല. പാർട്ടി വിജയിച്ചുവെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകുവാൻ കഴിയുന്നില്ല. പിന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാത്ത EK നയനാരെ തലശ്ശേരിയിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിച്ച് അവിടെ നിലവിലുള്ള MLA രാജിവെപ്പിച്ച് വിജയിപ്പിച്ചാണ് പുതിയ മുഖ്യമന്ത്രിയെ CPM തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഒരു പക്ഷേ കേരള ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാലുവാരൽ എന്ന ഒരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മിക്കപ്പോഴും ചർച്ചയാക്കപ്പെടുന്നത് കോൺഗ്രസിൻ്റെ കാലുവാരലാണ്. എൻ്റെ ഒരു വീക്ഷണത്തിൽ ഏറ്റവും വലിയ കാലുവാരൽ നടത്തിയ CPM-ആണ്. തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മാരാരിക്കുളത്ത് നിന്ന് കാലുവാരി തോൽപ്പിച്ച CPM-ആണ് ഏറ്റവും വലിയ കാലുവാരൽ നടത്തിയ ഒരു പ്രസ്ഥാനം എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. തൽക്കാലം ഈ വാർത്തയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.